ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മുടെ മാക്രോ എക്കണോമിക്സിലുള്ള ഫോക്കസ് ഏരിയ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം പറയാം. സെക്കൻഡ് ചാപ്റ്ററിൽ 2.1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോരോ ടേംസാണ്. ആ ടേംസിൻ്റെ അർത്ഥം വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റനായിട്ടോ 3 മാർക്സിൻ്റെ ക്വസ്റ്റനായിട്ടോ ക്ലാസിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് 2.1 എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്തത് 2.2.1 പ്രൊഡക്റ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. 2.2.2 expenditure method of measuring national income. 2.2.3 ഇൻകം മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. അതിൻ്റെ മുൻപ് വരേണ്ടതാണ് 2.2 സർക്കുലർ ഫ്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഈ നോട്ട്സ്, ഇതിപ്പം വളരെ സിമ്പിളായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള തൊയ്ബ് സാറും നിഷ ടീച്ചറും മിനി ടീച്ചറും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സാണ് ഞാനിപ്പം ഫോളോ ചെയ്യുന്ന. നോട്ട്സൊക്കെ എല്ലാം കൂടി ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള നോട്ട്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയ ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നിങ്ങളത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിൽ എന്താണ് നാഷണൽ ഇൻകം എന്നാണ് പറയുന്നത്. നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് all final goods and services produced in a country during a financial year, that is from 1st April to the 31st March of the next year. അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട്, അതായത് രാജ്യത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക, പണമൂല്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ നോക്കുന്നത് ഈ നാഷണൽ ഇൻകം നോക്കിയിട്ടാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ നമ്മുടെ സാമ്പത്തിക നയങ്ങൾ, ഇനി എന്തൊക്കെ സാമ്പത്തിക നയങ്ങളാണ് വേണ്ടത്, ഇനി എന്ത് ആസൂത്രണം ഏത് രീതിയിലാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ നാഷണൽ ഇൻകത്തിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ്സിന് നമ്മൾ സാധാരണ കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ഒരു ഡിവിഷൻ പുതിയ ബുക്കിലൊക്കെ കാണാറുണ്ട്. എന്തൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും. എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗുഡ്സ്, സം ഗുഡ്സ് ഓർ സർവീസസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓർ റീസെയിൽ, പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഓർ ഫോർ റീസെയിൽ ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു കോട്ടൺ കർഷകൻ, അയാൾക്ക് കിട്ടിയ പരുത്തി മുഴുവൻ ഒരു വർഷം അയാൾ വിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്? അയാൾക്ക് പൈസ കിട്ടും, പക്ഷേ ആ പരുത്തി വാങ്ങുന്ന ആൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അത് മറ്റ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഓക്കെ, പിന്നെ നമ്മൾ വേറെ എന്താണ്, റബ്ബർ കർഷകർ റബ്ബർ വിൽക്കുന്നുണ്ട്. റബ്ബർ ഷീറ്റാക്കിയിട്ട് അവർ വിൽക്കുന്നുണ്ട്. ആ റബ്ബർ എന്ന് പറയുന്നത് അത് വാങ്ങുന്നവർ അത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റബ്ബർ എന്നുള്ളത് എന്താണ്, ടയർ ഉൽപ്പാദിപ്പിക്കാനോ മറ്റ് റബ്ബറിൻ്റെ ഐറ്റംസൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ റബ്ബർ എന്നുള്ളത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇനി ഫൈനൽ ഗുഡും കൂടി പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാം.
ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. നമ്മൾ വാങ്ങി നമ്മൾക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, നമ്മൾ തന്നെ അത് ഉപയോഗിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് നോട്ട് അഗെയിൻ സബ്ജക്റ്റഡ് ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. മറ്റുള്ള ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് പിന്നെ ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ എന്താ? നമ്മുടെ ക്ലോത്ത്സ്, ഷൂസ്, ചപ്പൽസ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, ഫുഡ് ഐറ്റംസ്, ബാഗ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഫൈനൽ ഗുഡ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നതാണ് 3 മാർക്കിൻ്റെ. എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ തന്നിരുന്നത് എനിക്കിപ്പം അത്ര ഓർമ്മയില്ല. ഒന്ന് റബ്ബറായിരുന്നു, ഒന്ന് പിന്നെ വുഡ് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടി തന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞിട്ട് ടയർ തന്നിട്ടുണ്ട്, വുഡ്, ഫർണിച്ചർ, വേറെ ഏതോ 2 എണ്ണം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റബ്ബറും വുഡും ഒക്കെ നമ്മൾക്ക് എന്തിലാണ് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഗുഡിലാണ്. ഫർണിച്ചറും ടയറും എന്തിൽ വരും? ഫൈനൽ ഗുഡ്സിൽ വരും. ഓക്കെ, ഇനി ഈ പിന്നെ ഫൈനൽ ഗുഡ്സിനെ തന്നെ നമ്മൾക്ക് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. അപ്പോൾ ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഈ നമ്മുടെ മേജർ കോൺസെപ്റ്റ്സ്, ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ളതിൽ വരുന്നതാണ് മാക്രോ എക്കണോമിക്സിൻ്റെ. അപ്പോൾ എന്താണ് കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഗുഡ്സ് വിച്ച് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു എ ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ഡയറക്ട്ലി ആർ കോൾഡ് കൺസംഷൻ ഗുഡ്സ് ഓർ കൺസ്യൂമർ ഗുഡ്സ്. മറ്റ് വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കാതെ കൺസ്യൂമേഴ്സ്, വാങ്ങുന്ന ആൾക്കാർ, അവരുടെ കുടുംബങ്ങളോ അവർ ഡയറക്റ്റ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്യൂമർ ഗുഡ്സ് അഥവാ കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ കൺസംഷൻ ഗുഡ്സിനെ നമ്മൾക്ക് വീണ്ടും എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ്, സെമി ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നൊക്കെ തരംതിരിക്കാം. എന്താണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? അത് നമുക്ക് കുറേ കാലം നിലനിൽക്കും. ഡ്യൂറബിൾ ഗുഡ്സ് ഒരുപാട് കാലം നിലനിൽക്കും. അത്തരം ഗുഡ്സിനെയാണ് ഡ്യൂറബിൾ ഗുഡ്സ്. നമ്മൾ TV ഒരിക്കൽ വാങ്ങിയാൽ ഒരു 10-15 കൊല്ലം യൂസ് ചെയ്യും. റെഫ്രിജറേറ്റർ, കാറ്, ഇതൊക്കെ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യും. ഇനി എന്താണ് സെമി ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് വർഷങ്ങൾ പിന്നെ നിൽക്കില്ല, പക്ഷേ കുറച്ച് കാലമൊക്കെ നിൽക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ബുക്സ്, ക്ലോത്ത്സ്, ഇതൊക്കെ നമ്മൾ കുറച്ച് കാലമൊക്കെ നിലനിൽക്കും. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മെയിൻലി ഈറ്റബിൾസ് ആണ്, ഫുഡ് ഐറ്റംസ് ആണ്. അതങ്ങനെ കുറേ കാലത്തേക്കൊന്നും നിലനിൽക്കില്ല, നമ്മൾ കുറച്ച് കാലമേ നിലനിൽക്കുള്ളൂ. അപ്പം അത് പിന്നെ മിൽക്ക്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു പിന്നെ ഫൈനൽ ഗുഡ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. അതിൽ കൺസ്യൂമർ ഗുഡ്സിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2ഓ 3ഓ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2ആയിട്ടാണെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സും നോൺ ഡ്യൂറബിൾ ഗുഡ്സും. 3 ഡാഷ് ആണെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സ്, സെമി ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് ഡിവൈഡ് ചെയ്യണം. ഇനി അപ്പോൾ അതിൽ ഫൈനൽ ഗുഡ്സിന് ഇനി ഒരു ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടല്ലോ. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം? ഗുഡ്സ് വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഫോർ ദ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ ഗുഡ്സ്. എക്സാമ്പിൾ മെഷീനറി, ഫാക്ടറി, ബിൽഡിങ്സ്, ട്രക്സ്, എയറോപ്ലെയിൻസ്, റോഡ്സ്, പോർട്സ്, എക്സെട്ര. ഇപ്പം നമ്മൾ ഒരു മെഷീൻ വാങ്ങുകയാണ്, ഒരു തയ്യൽ മെഷീൻ തന്നെ. നമ്മുടെ വീട്ടിലേക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങുക. ആ തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സുകൾ, ചുരിദാർ തയ്ക്കുന്ന, ബ്ലൗസ് തയ്ക്കുന്ന, മറ്റ് ഡ്രസ് മെറ്റീരിയൽസ്, കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തയ്ക്കുന്ന. അപ്പം മറ്റുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അത്തരം വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ്. അത് നമ്മൾക്കൊരു അസറ്റാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും 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 എന്ത് ചെയ്യാം? മറ്റ് വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി അത് ഉപയോഗിക്കാം. അപ്പോൾ അത്തരം ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ബിൽഡിങ്സും, ഫാക്ടറി, പിന്നെ വെഹിക്കിൾസ്, പിന്നെ എയറോപ്ലെയിൻസ്, റോഡ്സ്, പോർട്സ്, ഇതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് അടുത്തത് ഇതിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷനാണ്. നമുക്ക് പിന്നെ കുറച്ചും കൂടി ടേംസ് അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടേംസ് നിങ്ങൾ പിന്നെ നോക്കുക. എന്തൊക്കെയാണ് ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ ബുക്കിൽ മാർക്ക് ചെയ്യുക. അടുത്തത് ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഡിപ്രീസിയേഷൻ എന്ന് പറയും, തേയ്മാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മറ്റൊരു പേരാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ തയ്യൽ മെഷീൻ്റെ കാര്യം പറഞ്ഞു. തയ്യൽ മെഷീൻ
മെഷീൻ നമ്മൾ വാങ്ങി, ഒരു 10,000 രൂപ മുടക്കി തയ്യൽ മെഷീൻ വാങ്ങി ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ സൂചിക്ക് ഒരു സൂചി പൊട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ആ പല്ലിന് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടാവും. അതൊന്ന് നമ്മൾ ആ കടയിലേക്ക് വിളിച്ചിട്ട് അവർ വന്ന് അതൊരു എന്താ പറയുക, അതിൻ്റെ മെയിൻ്റനൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടാവും. നമ്മളൊരു 300 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ, അതും അല്ലെങ്കിൽ ഒരു 1000 രൂപ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പല ഭാഗങ്ങളും മാറ്റാനൊക്കെ വേണ്ടി ചിലവായിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെയർ ആൻഡ് ടയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഈസ് കോൾഡ്. വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിന് തേയ്മാനം സംഭവിക്കുന്നതിന് ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. അപ്പോൾ അതിന് വരുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ കോസ്റ്റ്. എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നമുക്ക് വരുന്ന ചെലവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ ഒരുപാട് വേരിയബിൾസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേരി ചെയ്യുന്നത്. വേരി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യുന്നത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ചരങ്ങളെയാണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരിയബിൾ. കഴിഞ്ഞ കൊല്ലം സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ആ വേരിയബിളിൽ എന്താ പറയുക, അതിനെ 2 രീതിയിൽ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ചില വേരിയബിൾസിന് നമുക്ക് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് എ സ്റ്റോക്ക്. എ സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മാറ്റമില്ലാതെ. അപ്പം എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ എത്ര സമ്പത്തുണ്ട്, എത്ര സ്വത്തുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, എൻ്റെ പേരിൽ 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ട്. സ്വത്ത് വേറെ ഒന്നും നമുക്ക് ഇതാണ് എൻ്റെ സ്വത്ത് എന്ന് പറയാൻ പറ്റും. അതേസമയം അപ്പോൾ അതാണ് ഒരു പോയിന്റ് ഓഫ് ടൈം. ഈ നിമിഷത്തിൽ നമുക്ക് അളക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻകം എന്താണ്, നിങ്ങളുടെ വരുമാനം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ പറയാം എൻ്റെ വരുമാനം ഒരു 5 ലക്ഷം രൂപയാണ്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, എങ്ങനെ 5? അയ്യോ, ഈ ടീച്ചർക്ക് ഒരു മാസം 5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടോ? അതോ ഒരു വർഷത്തെയാണോ? അതോ ഒരു ദിവസത്തെയാണോ? എങ്ങനെയാണെന്നുള്ളതൊരു ഇതുണ്ടാവും. അപ്പോൾ അത് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചിട്ടാണ് നമ്മൾ പറയുക. എനിക്ക് ഒരു വർഷം ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനമുണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനമുണ്ട് എന്നൊക്കെ പറയാം ഒരു വർഷം, അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര. അപ്പോൾ അവിടെ ഒരു എന്ത് വരുന്നുണ്ട്? ടൈം പീരീഡ് വരുന്നുണ്ട്. എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് എ ഫ്ലോ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോ എന്ന് പറയുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ അളക്കുന്നതിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. അതൊരു ഡൈനമിക് കോൺസെപ്റ്റാണ്. അത് മാറിക്കൊണ്ടിരിക്കും, ഡൈനമിക്കാണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അത് സ്റ്റോക്കാണ്, അത് സ്റ്റാറ്റിക് കോൺസെപ്റ്റാണ്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡെപ്പോസിറ്റ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഫോറിൻ കറൻസി റിസർവ്, ടോട്ടൽ ബോറോയിങ്സ്, ക്യാപിറ്റൽ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സ്റ്റോക്കിന് എക്സാമ്പിളാണ്. ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ടത്. മറ്റേത് പോയിന്റ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് എ ഫ്ലോ. ഇറ്റ് ഈസ് എ ഡൈനമിക് കോൺസെപ്റ്റ്. അതിന് എക്സാമ്പിൾ ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓവർ എ പീരീഡ് ഓഫ് ടൈമാണ്. അതിന് എക്സാമ്പിൾ നാഷണൽ ഇൻകം, ഒരു വർഷത്തേക്കുള്ള നാഷണൽ ഇൻകം, ഒരു വർഷത്തേക്കുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ, ഫോറിൻ റെമിറ്റൻസ് ടു ദ കൺട്രി, ഇമ്പോർട്ട്സ്, ഒരു വർഷത്തേക്കുള്ള ഇമ്പോർട്ട്സ്, ഒരു വർഷത്തേക്കുള്ള എക്സ്പോർട്ട്സ്, ബോറോയിങ്സ് എക്സെട്ര. ഫ്ലോ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫ്ലോസിന് എക്സാമ്പിളാണ്. അപ്പോൾ സ്റ്റോക്കും ഫ്ലോയും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നന്നായിട്ട് വായിച്ച് നോക്കുക. അടുത്തത് ഇൻവെൻ്ററി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെൻ്ററി. പിന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം 1 year ടു ദ നെക്സ്റ്റ് ഈസ് കോൾഡ് ഇൻവെൻ്ററി. ഒരു
ഉൽപ്പാദന സ്ഥാപനത്തിൽ ഒരു വർഷം വിറ്റ് തീർക്കാൻ പറ്റാതെ ബാക്കി വരുന്ന വസ്തുക്കളെയാണ് പിന്നെ എന്ത് വിളിക്കുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, ചിലപ്പം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഗോഡൗണിൽ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതെന്തിൽ ഉൾപ്പെടുത്താം, ഇൻവെൻട്രിയിൽ ഉൾപ്പെടുത്താം. നമ്മളൊരു നൂൽപ്പ് കമ്പനിയുണ്ട്, നൂല് നൂൽക്കുന്ന കമ്പനിയിൽ കുറേ കോട്ടൺ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടാവും റോ മെറ്റീരിയലായിട്ട്, അതൊരു ഇൻവെൻട്രിയുടെ പാർട്ടാണ്. പിന്നെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, പകുതി പ്രൊഡക്ഷൻ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല, പകുതി കഴിഞ്ഞ് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതും എന്ത് തന്നെയാണ്, പിന്നെ നമ്മുടെ ഇൻവെൻട്രിയിൽ പെടുന്നതാണ്. പിന്നെ എല്ലാം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു, നൂലിൻ്റെ ഉണ്ടയൊക്കെ റെഡിയായി, പക്ഷെ എന്തായിട്ടില്ല, വിറ്റിട്ടില്ല, തൽക്കാലത്തെ വിറ്റിട്ടില്ല, നമ്മുടെ ഗോഡൗണിൽ കിടക്കുന്നുണ്ട്, അതും എന്തിൽ ഉൾപ്പെടും, ഇൻവെൻട്രിയിൽ ഉൾപ്പെടും. ഇനി ഈ ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 2 ടേംസ് പഠിക്കാനുണ്ട്, അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രിയും ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രിയും. എന്താണ് അക്യുമുലേഷൻ, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുക. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഇൻവെൻട്രിയേക്കാൾ പിന്നെ കൂടുതലാണ് പിന്നെ വർഷാവസാനത്തിലുള്ള ഇൻവെൻട്രിയുടെ അളവ് എങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയും. ഇഫ് ദ വാല്യൂ ഓഫ് ദ ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ദ ഇൻവെൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ഇറ്റ് ഈസ് കോൾഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി. അപ്പോൾ ഈ അക്യുമുലേഷൻ തന്നെ പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി ആവാം, അല്ലെങ്കിൽ അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി ആവാം. ഏതെങ്കിലും ഒരു ഉൽപ്പാദന സ്ഥാപനം വിചാരിക്കുകയാണ്, നമുക്ക് ഇക്കൊല്ലം കുറച്ച് ഉൽപ്പാദനം കൂട്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമുക്കവിടെ കൂട്ടിവെക്കണം എന്നൊരു പിന്നെ ഉൽപ്പാദന സ്ഥാപനം തീരുമാനിച്ച് അതനുസരിച്ച് ഉൽപ്പന്നം വർദ്ധിപ്പിച്ച് കൊല്ലത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ നമ്മളുടെ ഇൻവെൻട്രിയുടെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്ത് അത് അവർ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, കൂട്ടണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അളവ്, അതും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ അളവൊക്കെ കൂടി വരുന്നത്. അവർ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്, അവർ മനസ്സിലത് ആസൂത്രണം ചെയ്തതാണ് അതിൻ്റെ ആൻട്രപ്രനർ. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മനസ്സിലാലോചിച്ചിട്ട് എല്ലാം വിറ്റ് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഉൽപ്പാദനം നടത്തുന്നത്. പക്ഷേ ആ വർഷം എന്തോ ചിലപ്പം ഒരു റിസഷനുള്ള വർഷമാകാം, കുറേശ്ശെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാം, പിന്നെ കോവിഡൊക്കെ ആയിട്ട് സാധനങ്ങൾ വിറ്റ് തീർക്കാണ്ട് വരാം. അങ്ങനെ നമ്മൾ മുൻകൂട്ടി കാണാത്ത പല സാഹചര്യങ്ങൾ മൂലം നമ്മളുടെ പിന്നെ റോ മെറ്റീരിയൽസിൻ്റെ അളവോ സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അളവും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അളവും ഒക്കെ പിന്നെ അവസാനം അധികമായിട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, അൺപ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി എന്താണെന്ന് പറഞ്ഞു, അക്യുമുലേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ആ അക്യുമുലേഷനിൽ പ്ലാൻഡ് അക്യുമുലേഷൻ എന്താണെന്നും അൺപ്ലാൻഡ് അക്യുമുലേഷൻ എന്താണെന്നും പറഞ്ഞു. ഇനി അടുത്തത് ഡെക്യുമുലേഷൻ എന്നുള്ള വേർഡാണ് പറയുന്നത്. എന്താണ് ഡെക്യുമുലേഷൻ? അക്യുമുലേഷൻ്റെ ഓപ്പോസിറ്റാണ് ഡെക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ കൊല്ലത്തിൻ്റെ തുടക്കത്തേക്കാൾ കുറവാണ് കൊല്ലത്തിൻ്റെ അവസാനമുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമുള്ള ഇൻവെൻട്രിയുടെ അളവെങ്കിൽ അതിനെ ഡെക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നു. ആ ഡെക്യുമുലേഷൻ തന്നെ 2 തരത്തിലാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാൻഡ് ഡെക്യുമുലേഷൻ ആവാം, അൺപ്ലാൻഡ് ഡെക്യുമുലേഷൻ ആവാം. എന്താണ് പ്ലാൻഡ് ഡെക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുക, ഈ കൊല്ലം എല്ലാം വിറ്റ് തീർക്കണം, അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ഇൻവെൻട്രിയുടെ അളവ് കുറയ്ക്കുന്നതിനെയാണ്, ആസൂത്രണം ചെയ്ത് കുറയ്ക്കുന്നതിനെയാണ്, കൊല്ലാവസാനം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അളവൊക്കെ കുറച്ച് കൊണ്ടുവരുന്നതിനെയാണ് പ്ലാൻഡ് ഡെക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഇനി അൺപ്ലാൻഡ് ഡെക്യുമുലേഷൻ ഏതെങ്കിലും ഒരു വർഷം നല്ലൊരു പ്രോസ്പെറസ് ഇയർ ആവാം, സാധനങ്ങളൊക്കെ വിറ്റ് തീർത്ത് ഗോഡൗണിലൊന്നും ബാക്കിയില്ല, അത്തരത്തിലുള്ള പിന്നെ ഇതിനെയാണ് നമ്മൾ അൺപ്ലാൻഡ് ഡെക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാനുള്ള പിന്നെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി
അടുത്തത് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the final output that comprises capital goods is called gross investment of an economy. Roads, railways, airports, bridges, dams, vehicles, machines, tools and instruments, buildings, storehouses, etc. are the examples of gross investment. അതായത് ഓരോ സാമ്പത്തിക വർഷം അവസാനം നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ നമ്മൾക്ക് അസറ്റായിട്ട് നമ്മൾക്ക് കിടക്കുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് കിടക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അസറ്റ്സ്, നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് എന്തൊക്കെയാണുള്ളത് അതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊന്നും ഡെഫിനിഷനൊന്നും സാധാരണ ചോദിക്കാറുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഒരു ഇക്കോണമിയുടെ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് എന്തൊക്കെയാണ് അഡീഷനായിട്ട് വന്നത് അതിനെയാണ് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ എൻ ഇക്കോണമി അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ന്യൂ ക്യാപിറ്റൽ ഫോർമേഷൻ. പുതുതായി ആ വർഷം എന്താണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്ന്. അപ്പം നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? ഡിപ്രീസിയേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഴുതി അവിടെ വെച്ചോളൂ. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവുകളൊക്കെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അതെപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ വേണ്ടി ആദ്യം ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പറയണം. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അത് പിന്നെ ഇനി സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഡയറക്റ്റ് ടാക്സ് ആരാണ്? പ്രൊഡ്യൂസേഴ്സ്, ഉൽപ്പാദനം കഴിഞ്ഞാൽ ഉൽപ്പാദകർ തന്നെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് പിന്നെ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ എന്തിൽ? കോസ്റ്റിൽ ഉൾപ്പെടും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവിൻ്റെ ഒരു ഭാഗമായിട്ട്, ഉൽപ്പാദന ചെലവിൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ. ഇനി അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവും വർദ്ധിച്ചു എന്നാണ് അർത്ഥം. ഇനി എന്താണ് സബ്സിഡി എന്ന് നോക്കാം. സബ്സിഡി എന്ന് പറഞ്ഞാൽ പല പിന്നെ ഉൽപ്പാദന യൂണിറ്റുകൾക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പല സഹായധനങ്ങളും കൊടുക്കാറുണ്ട്. ഉൽപ്പാദന പ്രക്രിയയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിക്ക് ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഖാദിക്ക് അവർ പിന്നെ ഇത് കൊടുക്കുന്നുണ്ട്, സബ്സിഡി കൊടുക്കുന്നുണ്ട് ഖാദി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സഹായധനമാണ്. അപ്പം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? സബ്സിഡി മൈനസ് ചെയ്യണം. അതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഓക്കെ. ഇനി അടുത്തത് ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഗവൺമെൻറ് ടു അനദർ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഗവൺമെൻറ് വിത്തൗട്ട് ഗെറ്റിംഗ് എനി സർവീസ്. ഒരു യൂണിലാറ്ററൽ പേയ്മെൻ്റ് ആണ്, വൺ സൈഡഡ് പേയ്മെൻ്റ് ആണ്. ഞാനത് അടയ്ക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിന് പകരം എനിക്കൊന്നും കിട്ടുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജനങ്ങൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നുണ്ട്, പക്ഷേ ടാക്സ് അടച്ച് ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ വെൽത്ത് ടാക്സ് അടയ്ക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല ടാക്സുകളും നമ്മൾ അടയ്ക്കുന്നുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾക്കായിട്ട് അപ്പം തന്നെ നമുക്കൊരു റിട്ടേൺ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ടാക്സസ് ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടയ്ക്കുന്ന ആൾക്ക് തന്നെ അപ്പം തന്നെ അതിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു ഗുണഫലങ്ങളും കിട്ടുന്നില്ല. ഇനി പിന്നെ മറ്റു കാര്യങ്ങൾ, മറ്റുള്ള ഇതിന് എക്സാമ്പിൾ എന്താണ്? സബ്സിഡി ഇതേപോലെയാണ്. ഒരു ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ് ടു ദ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ്. അതായത് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സഹായധനമാണ്. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന, കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ, ഓൾഡ് ഏജ് പെൻഷൻ, വിഡോ പെൻഷൻ, ഡൊണേഷൻസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഓക്കെ. ഇനി അടുത്തത് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ള ഒരു സംഭവമാണ്. നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്, അതായത് നമ്മുടെ ഇവിടുന്ന്
കുറേ ആളുകൾ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ പുറമെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ രാജ്യത്തേക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് പലതരത്തിലുള്ള ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അവരുടെ ഇൻകമായിട്ട് കുറേ പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അത് അവരുടെ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വരുമാനത്തിൽ നിന്നും അങ്ങോട്ട് പോകുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വരുമാനത്തിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വരുമാനം മൈനസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. NFIA എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the factor income earned by the domestic factors of production employed in the rest of the world and the factor income earned by the factors of production of the rest of the world employed in the domestic economy. ഓക്കെ, ഇത്ര വലിയ ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇത് പേടിക്കാനൊന്നുമില്ല, അത്രയും ആലോചിച്ചാൽ മതി. എന്താണ് ആലോചിക്കേണ്ടത്? പിന്നെ അതായത് നമ്മുടെ രാജ്യത്തു നിന്ന് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങോട്ട് വരുന്ന വരുമാനത്തിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന വരുമാനം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ അതും കൂടി കൂട്ടിയാലേ നമ്മൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? പിന്നെ നാഷണൽ പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ. ഇനി അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ആ കോൺസെപ്റ്റ്സിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ചിത്രമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അവസാനമാണ് അവർ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഈ ചിത്രം നിങ്ങൾക്ക് പഠിക്കണം. ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ 2 ബോക്സ് ഉണ്ടാവും. അതിൽ ഏത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ, ഇൻ എ സിമ്പിൾ ഇക്കോണമി ഓർ ഇൻ എ 2 സെക്ടർ മോഡൽ. അപ്പോൾ ഇവിടെ ഉള്ള 2 സെക്ടർ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ ഈ ചിത്രത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട് ഹൗസ് ഹോൾഡ്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫേംസ്. ഇത് രണ്ടുമാണ് നമ്മളുടെ 2 സെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ എന്താ പറയുക പ്രവാഹം എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം ഈ ചിത്രം വെച്ചിട്ടോ. ഈ ചിത്രത്തിൻ്റെ ഏരോ മാർക്ക് ഇടേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഹൗസ് ഹോൾഡ്സിൽ നിന്നും പുറത്തുള്ള വര നോക്കുക. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഫേംസിലേക്ക് പോകുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇത് ഹൗസ് ഹോൾഡ്സിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഫേംസിലേക്ക് പോകുന്നുണ്ട്. ഫേംസിൽ നിന്നും ഉൽപാദന പ്രക്രിയ നടക്കുന്നുണ്ട്. ഓക്കെ, ഫേംസിൽ നിന്നും ഉൽപാദന പ്രക്രിയ നടന്നിട്ട് അതിൻ്റെ പിന്നെ ഉൽപാദന പ്രക്രിയ നടക്കുന്നുണ്ട്. എന്നിട്ട് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് പിന്നെ സാധനങ്ങളും സേവനങ്ങളുമായിട്ട് എങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്? അത് മുകളിൽ അകത്തുള്ള ലൈനാണ്. അത് ഹൗസ് ഹോൾഡ്സിലേക്ക് തന്നെ പോവുകയാണ്. അപ്പം ഫേംസിൽ നിന്നും പിന്നെ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ സാധനങ്ങളും സേവനങ്ങളും ആ രാജ്യത്തെ ആ സമ്പദ് വ്യവസ്ഥയിലെ ആര് തന്നെയാണ് വാങ്ങുന്നത്? ഹൗസ് ഹോൾഡ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. കണ്ടോ, സാധനങ്ങളും സേവനങ്ങളും മുകൾ ഭാഗത്ത് ഉള്ളിലുള്ള വര. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ഏത് രീതിയിലാണോ വര അതുപോലെ പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഏരോ മാർക്ക് ഇത്രയും ആലോചിച്ചാൽ മതി. ഒന്ന് ഞാൻ പറയുന്നത് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്സിൽ നിന്നും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ ഫേംസിലേക്ക് പോകുന്നു. ഫേംസിൽ ഉൽപാദന പ്രക്രിയ നടക്കുന്നു. എന്നിട്ട് അപ്പോൾ ഇതൊരു റിയൽ ഫ്ലോയാണ്. അവിടെ മണിയൊന്നുമില്ല, നമ്മൾ യഥാർത്ഥ ആളുകളൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് റിയൽ ഫ്ലോയാണ്. എന്നിട്ട് ഈ ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും ഫേംസിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നു?
ഗാർഹിക മേഖലയിലേക്ക് പോകുന്നു. അതും റിയൽ ഫ്ലോയാണ്. അപ്പോൾ ഗാർഹിക മേഖലയിലേക്ക് അത് ആരോ മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വട്ടം കംപ്ലീറ്റ് ആകുമ്പോൾ എന്താണ്, ഒരു റിയൽ ഫ്ലോൻ്റെ വട്ടം കംപ്ലീറ്റ് ആവും. അപ്പം പിന്നെ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ്സിൽ നിന്നും ഉൽപ്പാദന മേഖലയിലേക്ക് പോകുമ്പോൾ അവർ വെറുതെ പോകില്ല. അവർക്ക് എന്ത് കിട്ടണം, അവർക്ക് റെമ്യൂണറേഷൻ കിട്ടണം. മനസ്സിലായില്ലേ? ആ റെമ്യൂണറേഷനെയാണ് നമ്മൾ ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ചിത്രത്തിൽ താഴത്തെ അകത്തുള്ള വര ഫേംസിൽ നിന്നും അവർക്കുള്ള വരുമാനം, ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള വരുമാനം, ഭൂമിക്ക് പിന്നെ റെൻ്റ് അഥവാ പാട്ടം ലഭിക്കും, തൊഴിലിന് വേജസ്, സാലറീസ്, വേതനം ഇതൊക്കെ ലഭിക്കും, പിന്നെ മൂലധനത്തിന് ഇൻട്രസ്റ്റ്, പലിശ ലഭിക്കും, പിന്നെ ഓർഗനൈസേഷന് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഈ പണം മുഴുവൻ ഫേമിൽ നിന്നും, ഇത് മണി ഫ്ലോ ആണ്, ഇത് ഫേംസിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നു, ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നു. ഓക്കെ, ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നു. ഹൗസ് ഹോൾഡ്സ് ഈ പണം എന്ത് ചെയ്യുന്നില്ല, വീട്ടിൽ പൂഴ്ത്തി അൾമാരിയിൽ കൊണ്ടുവയ്ക്കല്ലേ ചെയ്യുക. ആ ഹൗസ് ഹോൾഡ്സ് ഈ പണം ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗത്തെ മുകളിലുള്ള വരെയാണ് ഈ ചിത്രത്തിൽ. ഹൗസ് ഹോൾഡ്സ് ഈ പണം ഉപയോഗിച്ചിട്ട് എന്ത് വാങ്ങുന്നു, ഫേംസിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു. അപ്പോൾ ഇവരുടെ ചെലവായിട്ട് ഈ പണം തിരിച്ചെവിടേക്ക് തന്നെ പോകുന്നു, ഫേംസിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു ചിത്രം ചെറിയൊരു കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഈ 4 ഫ്ലോയാണ് വേണ്ടത്. ഒന്ന് ഫേംസ്, പിന്നെ ഹൗസ് ഹോൾഡ്സിൽ നിന്നും ഫേംസിലേക്ക് പോകുന്ന പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അത് പിന്നെ റിയൽ ഫ്ലോ. 2 പിന്നെ ഫേംസിൽ നിന്നും പിന്നെ വീടുകളിലേക്ക്, ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, അതും എന്താണ്, റിയൽ ഫ്ലോ. അത് രണ്ടും റിയൽ ഫ്ലോ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഫേംസിൽ നിന്നും ലഭിക്കുന്ന പണം. അതെന്തായിട്ട് പണം ലഭിക്കുന്നത്, റെൻ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആയിട്ട് ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡ്സിലേക്ക് പണം പോകുന്നു. അതൊരു മണി ഫ്ലോ. അത് മൂന്നാമത്തെ. നാലാമത്തത് ഹൗസ് ഹോൾഡ്സ് ഈ പണം എന്തിനുള്ള ചിലവായിട്ട് കൊടുക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ചിലവായിട്ട് എവിടേക്ക് കൊടുക്കുന്നു, ഫേംസിലേക്ക് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇനി ഇതിൽ ഒരു ഭാഗം കൂടി, ചാപ്റ്ററിൽ ഒരു ഭാഗം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം മെഷർമെൻറ്റ്. അത് ഇതിപ്പം 31 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തതിൽ ചെയ്യാം. ഓക്കെ.